നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഒരു തിരിച്ചുപോക്കാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയെപ്പറ്റി ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക്. ഓരോ നോമ്പും ആരംഭിക്കുന്നത് നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ്. പൊടി, ചാരം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ്. അപ്പോൾ മരണത്തിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്ന ഈ ഒരു അവസ്ഥയെ നോമ്പ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഒരു മരണാവബോധം അല്ലെങ്കിൽ ഞാൻ എത്തിച്ചേരേണ്ട ഒരവസ്ഥ, അതിനെയാണ് നോമ്പ് ഓർമ്മിപ്പിക്കുക. എന്താണ് ഈ മരണാവബോധം എന്ന് പറയുന്നത്? നശ്വരതയെ പറ്റിയുള്ള ഒരു ബോധമാണ്. ആത്മീയമായ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത് എന്ന് ഓർക്കുകയാണ്. കാരണം നശ്വരത മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒന്നാണ്. നശ്വരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീകങ്ങളായിട്ടുള്ള ഈ പൊടിയും ചാരവും ഒക്കെ നമ്മളെ ജീവിതത്തെ എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ തരുന്നുണ്ട്. ചിന്തകരായിട്ടുള്ള മാർട്ടിൻ ഹൈഡഗർ അല്ലെങ്കിൽ കീർക്കഗാർഡ് ഇവരൊക്കെ പറയുന്ന മരണ അവബോധം, ഡെത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ ക്രമീകരിക്കണം എൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നുള്ളതാണ്. മരണം എൻ്റെ മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും വന്നെത്താം. അപ്പോൾ എൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെ ഞാൻ രൂപപ്പെടുത്താനായിട്ട് മരണത്തിന് ശേഷമുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഈ പൊടിയും ചാരവും ആകുന്നതിനെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്കെങ്ങനെ പോകാൻ സാധിക്കും? അതിന് ഞാനിപ്പോൾ ചെയ്യേണ്ട പുണ്യങ്ങൾ എന്തൊക്കെയാണ്, സൽപ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ധ്യാനിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു വീണ്ടും വിചാരം, എൻ്റെ മുന്നോട്ടുള്ള യാത്ര, ഈ യാത്രയിൽ പലപ്പോഴും മറന്നു കളയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പങ്കുവയ്ക്കപ്പെടേണ്ട സ്നേഹം, മറ്റുള്ളവരെ ചെയ്തു കൊടുക്കേണ്ട സൽപ്രവൃത്തികൾ, കുറേയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാകേണ്ട പുണ്യങ്ങൾ, എൻ്റെ ചില നന്മയിലേക്കുള്ള തിരിച്ചുപോക്ക്, ഇതിനെപ്പറ്റിയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നോമ്പുകാലം. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നശ്വരതയെ മുന്നിൽ കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെ കുറെ കൂടെ നന്മയിലേക്ക് ത്വരിതപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ ഈ നോമ്പുകാലം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.